ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസ് എന്ന് പറയുന്നത് സെന്റർ ആൻഡ് കോൺഗ്രസ് പാർ ഓവർ കച്ചത്തീവ് ഇഷ്യൂ എന്ന് പറയുന്ന ന്യൂസാണ്. ഈ ഒരു സംഗതി ഞാൻ മുമ്പൊരിക്കൽ നിങ്ങളുടെ ക്ലാസ്സിൽ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അന്ന് ഇത് ഇത്രയും വലിയ വിഷയം ആയി മാറിയിട്ടില്ലായിരുന്നു. ഇപ്പൊ ഇത് പ്രധാനമന്ത്രി ഒന്ന് ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നു. കാര്യം ഇപ്പൊ ഇലക്ഷൻ സമയമൊക്കെ അല്ലേ, തമിഴ്നാട്ടില് BJP ഒരു ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന സമയം കൂടെ ആയതുകൊണ്ടാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരാൻ കാരണം എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ സ്റ്റിൽ അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം ഇന്ത്യയിൽ 1974 വരെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന പ്രദേശമാണ് കച്ചത്തീവ്. നമ്മളുടെ ഡിസ്പ്യൂട്ടഡ് ഏരിയ ആയിരുന്നു, പക്ഷെ എന്നാൽ ഇന്ത്യക്കാരുടെ ഭാഗമാക്കി നമ്മൾ കൈവശം വെച്ചിരുന്നതാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരം കേന്ദ്രീകരിച്ച ഒരു ജമീന്ദാരി വംശം ഉണ്ടായിരുന്നു. അവര് ആയിരുന്നു അവിടുത്തെ ടാക്സും ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ തന്നെ നമ്മളുടെ ഉടമസ്ഥയിലുള്ളതായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് 74 ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഇത് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. 76 പിന്നെ വീണ്ടും ഒരു എഗ്രിമെന്റ് ഒക്കെ വരുന്നുണ്ട്. അതുവരെ പറഞ്ഞിരുന്നത് വിട്ടുകൊടുത്താലും നമ്മളുടെ ഇന്ത്യൻ ഫിഷർമെന്നിന്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഫിഷർമെന്നിന് അവിടെ ഫിഷിങ്ങിന് ഉള്ള അവസരം ഉണ്ടാവുമെന്നാണ്. പക്ഷെ 76 ഫർദർ അഗ്രിമെന്റ് ഒന്നും ഉണ്ടാക്കിയപ്പോൾ ആ കാര്യങ്ങളൊന്നും ഇല്ലാതായി. അപ്പൊ എന്തായാലും കച്ചത്തീവ് നഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മളെ തമിഴ്നാട്ടിലെ ഫിഷർമെന്നിന് വലിയ നഷ്ടം ഉണ്ടായി. ഇപ്പോ പലപ്പോഴും ഫിഷ് ഇങ്ങനെ വേണ്ടി അവർ ആ ഏരിയ ക്രോസ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ ശ്രീലങ്കക്കാർ അവരെ പിടിച്ചുകൊണ്ട് പോവുകയും അവരുടെ വള്ളവും വലയും ബോട്ടും എല്ലാം പിടിച്ചെടുക്കുകയും അവരുടെ ജയിലുകളിൽ പാർപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇത് തമിഴ്നാട്ടിൽ വളരെ ഇമോട്ടീവ് ആയിട്ടുള്ള വിഷയമാണ്, ഇമോഷണൽ വിഷയമാണ്. അപ്പൊ ഇത് നമ്മൾ അന്ന് ചെയ്തത് ഒരു മണ്ടത്തരം തന്നെയാണ്, സംശയമൊന്നുമില്ല. കാരണം അത് നമുക്ക് നമ്മളുടെ കൈവശം വെച്ചേക്കാവുന്ന ഒരു കാര്യമായിരുന്നു. ശ്രീലങ്ക ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം നിലനിർത്തുന്ന ഒരു രാജ്യമാണ്. ഇപ്പോഴും നല്ല ബന്ധമുണ്ട്. ഇനി അത് റിട്രീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പ്രത്യേകിച്ച് നമ്മളൊരു എഗ്രിമെന്റ് വഴി അവർക്ക് കൊടുത്തതാണ്. ഇനി അത് തിരിച്ചെടുക്കുക, ഇനി ആകെപ്പാടെ ഒരു ലീസ് വല്ലതും ശ്രീലങ്കയുമായിട്ട് നമുക്ക് ഒരു എഗ്രിമെന്റ്, ഒരു സൗഹൃദത്തിന്റെ പേരിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി ലീസിനെങ്ങനെ എടുക്കാനുള്ളത്, ആ സംഭവം തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമ്മളുടെ ഇമേജ് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ബിക്കോസ് ഓഫ് റോങ് മൂവ്സ് ഓഫ് ഗവൺമെന്റ് ഓഫ് ദാറ്റ് ടൈം, ഇന്ത്യ ലോസ് ദാറ്റ് വെരി strategic territory. Now Indian fishermen, especially fishermen from Rameswaram, Ramanathapuram area, is suffering due to the loss of Kachativu to Sri Lanka. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അതൊരു ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോ കോയേഴ്സീവ് ആക്ഷൻ ഓവർ ടാക്സ് നോട്ടീസ്, അതൊന്നും വേണ്ട. നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഇതിന് ഇനി ഫ്രണ്ട് പേജിലുണ്ടോ നോക്കാം. അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം, ഇസ്രായേൽ എയർ സ്ട്രൈക്ക് ഡിസ്ട്രോയ്സ് ഇറാനിയൻ കോൺസുലേറ്റ് ഇൻ സിറിയ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഇസ്രായേലി എയർ സ്ട്രൈക്ക് ഡിസ്ട്രോയ്സ് ഇറാനിയൻ കോൺസുലേറ്റ് ഇൻ സിറിയ. ഇസ്രായേൽ അവരുടെ യുദ്ധം ഗാസയിൽ ഈ റംസാൻ മാസത്തിൽ പോലും വെടിനിർത്താനും ഒന്നും അവർ തയ്യാറല്ല. ഇപ്പൊ UN സെക്യൂരിറ്റി കൗൺസിലിൽ റെസൊല്യൂഷൻ കൊണ്ടുവന്നപ്പോൾ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ അലയായ US പോലും അവർ സപ്പോർട്ട് ചെയ്തില്ല. സീസ് ഫയർ വേണമെന്നാണ് US-ന്റെ ആവശ്യം എന്ന് പറയാതെ അവർ പറഞ്ഞു. പക്ഷെ സ്റ്റിൽ ദാറ്റ് വാർ ഈസ് ഗോയിങ് ഓൺ ഇൻ ഗാസ. അതിനൊപ്പം അവർ ലെബനനിലെ ചില ഏരിയാസിൽ ഹിസ്ബുള്ള എന്ന് പറയുന്ന അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സിറിയക്കകത്ത് ഇപ്പൊ വ്യാപകമായ അറ്റാക്ക് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിറിയ ഈസ് എ സോവറിൻ ഡെമോക്രാറ്റിക് കൺട്രി അല്ല, സോവറിൻ ഓട്ടോക്രാറ്റിക് കൺട്രി. അവിടെ ഓട്ടോക്രസി ആണ്. ബഷർ അൽ അസാദ് ആണ് അവിടെ ഭരിക്കുന്നത്. ബഷർ അൽ അസാദ്, സിറിയയുടെ പ്രസിഡന്റ് ബഷർ അൽ അസാദ് ആണ് സിറിയയുടെ പ്രസിഡന്റ്. അപ്പൊ സിറിയൻ ടെറിട്ടറിക്കകത്ത് IS-ന്റെ ഒക്കെ താവളമൊക്കെ ഉണ്ടായിരുന്നു. IS-നെയൊക്കെ അവിടെ ഒരുവിധമൊക്കെ തുരത്തി. ഇപ്പൊ വീണ്ടും IS റീഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിറിയ കേന്ദ്രീകരിച്ചല്ല, അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ചു, പിന്നീട് യൂറേഷ്യയിലെ ചില രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് IS വീണ്ടും റീകൂപ്പ് ചെയ്യുന്നത്. അവരാണ് ഇപ്പൊ മോസ്കോയിൽ ഈ ഇടയ്ക്ക് അറ്റാക്ക് നടത്തി 150ഓളം ആൾക്കാരെ കില്ല് ചെയ്തത്. അപ്പൊ എന്തായാലും സിറിയയില് ഇറാൻ ഒരുപാട് താല്പര്യമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അപ്പൊ ഇറാൻ ഇസ്രായേലിന്റെ പ്രഖ്യാപിത ശത്രുവാണ്. ഈ ഹമാസിന് സപ്പോർട്ട് കൊടുക്കുന്ന പോലെ ഇറാൻ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇറാന്റെ കോൺസുലേറ്റിന് തന്നെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് സിറിയയിൽ. അത് ഇറാനും ഇസ്രായേലും തമ്മിൽ ഇനിയൊരു വാറിലേക്കോ കൺഫ്രണ്ടേഷനിലേക്കോ നയിക്കുന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. പിന്നെ താഴെ ന്യൂ റൂൾ ടു സേവ് ഫ്ലയേഴ്സ് ഫ്രം ട്രെയിനിങ് വെയിറ്റ് എബോർഡ് എയർക്രാഫ്റ്റ് സ്ട്രക്ക് ബൈ ഡിലേസ് എന്നൊക്കെ ന്യൂസ് ഉണ്ട്. അതിൽ നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. അത് ഫ്ലയേഴ്സ് ഒക്കെ അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. BCAS എന്ന് പറയുന്ന ഒരു
ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഏജൻസി ഉണ്ട്, BCAS. അതെന്താണെന്ന് അറിഞ്ഞിരിക്കുക, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി അറിഞ്ഞിരിക്കുക. ഇനി നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ് ഇവിടുത്തെ ഈ പേജിലൊക്കെ ഉള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ വരുന്ന ഹിന്ദു ന്യൂസ് പേപ്പർ അല്ല ഏത് പത്രം എടുത്താലും നമുക്ക് ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. അതിനടുത്ത പേജ് എടുക്കുമ്പോ അവിടെയും അത് തന്നെയാണ്. എന്ത് പറയാ, അവിടെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഈ പറഞ്ഞ വിഷയമാണ്, കച്ചത്തീവ് ഇഷ്യൂ, നോ മാൻസ് ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു വിഷയം. നോ മാൻസ് ലാൻഡ് എന്നാണ് പറയാൻ കാര്യം, കച്ചത്തീവ് എന്ന് പറഞ്ഞ ഒരു സ്മോൾ ഐലൻഡ് ആണ്. അവിടെ കുടിവെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതൊരു നോ മാൻസ് ലാൻഡ് ആണ്. അവിടെ ആരും താമസമൊന്നുമില്ല. അവിടെ ഒരു എനിക്ക് തോന്നുന്നു സെന്റ് ആന്റണി കൊണ്ട് ഒരു ചർച്ച് ഉണ്ട്. ആ ചർച്ചിൽ എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം അവിടെ ആരാധനയോ പിന്നീട് ഉത്സവം പോലെ തിരുനാള് ഒക്കെ പോലെ ഉള്ള ഒരു പരിപാടിയുണ്ട്. അത് തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുള്ള ആൾക്കാർ ചേർന്നാണ് നടത്തുന്നത്. ഇപ്രാവശ്യം തമിഴ്നാടുകാരത് ബഹിഷ്കരിക്കാൻ കാരണം നിരന്തരമായിട്ടുള്ള ഈ ശ്രീലങ്കൻ അതോറിറ്റീസിന്റെ, ശ്രീലങ്കൻ നേവിയുടെയൊക്കെ തമിഴ് ഫിഷർമെന്റിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇപ്രാവശ്യം അവർ ആ പള്ളിയിലെ പരിപാടിക്ക് പോയില്ല. ആ പള്ളി മാത്രമാണ് അവിടെ ആകെപ്പാടെ ഉള്ളൊരു നിർമ്മിതി എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോ ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. തമിഴ്നാട്ടിൽ അതൊരു വലിയ വിഷയമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇത് ഉയർന്നു വരാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കെ അണ്ണാമലൈ, തമിഴ്നാടിന്റെ BJPയുടെ അധ്യക്ഷൻ, ഒരു RTI റൈറ്റ് ടു ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചു ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് 74 എന്തൊക്കെ നടന്നു. അപ്പോ അവിടെ വന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, 74 ഇത് തമിഴ്നാട്ടിലെ ഗവൺമെന്റ് അറിയാതെയാണ് ഇത് പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ തമിഴ്നാട്ടിലെ ഗവൺമെന്റ് അന്ന് കരുണാനിധി, ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്ററായ സ്റ്റാലിന്റെ അച്ഛൻ ആണ് കരുണാനിധി എന്ന് നമുക്കൊക്കെ അറിയാം. ആ കരുണാനിധി, ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കരുണാനിധിയെ ഇന്ദിരാഗാന്ധി എല്ലാ വിവരങ്ങളും ധരിപ്പിച്ചിരുന്നെന്നും കരുണാനിധിക്കും ഇന്ദിരാഗാന്ധിക്കും മാത്രമേ ഇത് അറിയായിരുന്നു എന്നാണ് ആ രേഖകൾ, റൈറ്റ് ടു ഇൻഫർമേഷൻ രേഖകൾ സൂചിപ്പിച്ചത്. അതായത് കേന്ദ്ര മന്ത്രിസഭയിൽ മന്ത്രിമാർക്ക് പോലും അറിഞ്ഞൂടായിരുന്നു. പക്ഷെ തമിഴ്നാട്ടിൽ മറ്റാർക്കും അറിഞ്ഞൂടാ. തമിഴ്നാട്ടിലെ ചീഫ് മിനിസ്റ്റർ കരുണാനിധിക്ക് അറിയായിരുന്നു, ഇന്ദിരാഗാന്ധിക്ക് അറിയായിരുന്നു ഈ കച്ചത്തീവ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. പക്ഷെ ഹിന്ദുവിലെ എഡിറ്റോറിയലില് ഇപ്പോ ഇതൊരു കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇതൊരു വിഷയമാണ്. അവിടെ 91 വരെ ഇതാരും മൈൻഡ് ചെയ്തില്ല. 91 വരെ 76 നടക്കുന്നു, 74 കൊടുക്കുന്നു, 76 എഗ്രിമെന്റ് ഒക്കെ ആവുന്നത്. 91, അതായത് 15 വർഷം പ്രശ്നമൊന്നും ഇല്ലാതെ പോയി. 91 ജയലളിത ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് അവർ സുപ്രീം കോടതിയിൽ പിന്നീട് കേസ് ഫയൽ ചെയ്യാണ് ഇതിനെ റിട്രീവ് ആയിട്ട് ബന്ധപ്പെട്ട നടപടികളെ കുറിച്ച് ഒരു കേസ് ഫയൽ ചെയ്യാണ്. ഒപ്പം തന്നെ തമിഴ്നാട് നിയമസഭയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട റെസൊല്യൂഷൻസ് പാസ്സാക്കുന്നു. ജയലളിതയും കരുണാനിധിയൊക്കെ പിന്നീട്, കരുണാനിധി അപ്പം ജീവിച്ചിരിപ്പുണ്ട്, ജയലളിതയും കരുണാനിധിയൊക്കെ പിന്നീട് ഇത് അവരൊന്നും ചെയ്യാത്ത മട്ടിൽ, അവരൊന്നും ഉത്തരവാദികളൊന്നും അല്ല എന്നുള്ള മട്ടിൽ, യഥാർത്ഥത്തിൽ കരുണാനിധി അതിൽ ഉത്തരവാദികളല്ല എന്നുള്ള മട്ടിൽ അവർ ഇത് തിരിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞ കുറെ കാലമായിട്ട് ശ്രമങ്ങളൊക്കെ നടത്തി. ഇന്ത്യ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. 2013 മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ ഇന്ത്യ ഗവൺമെന്റ് ഒരു സ്റ്റാൻഡ് എടുത്തു. ഇത് ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നു, ഇത് ഒരു ഡിസ്പ്യൂട്ടഡ് ഏരിയ ആയിരുന്നു. ആ ഡിസ്പ്യൂട്ട് വാസ് നോട്ട് ബിറ്റ്വീൻ ഇന്ത്യ ഗവൺമെന്റ് ആൻഡ് ശ്രീലങ്ക, ഡിസ്പ്യൂട്ട് വാസ് ബിറ്റ്വീൻ ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് സിലോൺ, അന്ന് സിലോൺ ആണ് എന്ന് ഒരു സ്റ്റാൻഡാണ് ഗവൺമെന്റ് എടുത്തത്. അപ്പൊ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ഒന്നും തന്നെ ഇന്ത്യയുടേതായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് ഹിന്ദു പക്ഷെ അതൊക്കെ അംഗീകരിച്ചാണ് എഴുതിയേക്കുന്നത്. അതായത് അങ്ങനെ ഇന്ത്യയുടെ ഭാഗമായിരുന്നെന്ന് ഉള്ള റെക്കോർഡ്സ് ഒന്നും ഇല്ല, അത് ഒരു ഡിസ്പ്യൂട്ട് തന്നെയായിരുന്നു, അത് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് കൊടുത്തതാണ്, ഇപ്പൊ അത് പൊക്കിക്കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാണ് ഹിന്ദു എഴുതിയേക്കുന്നത്. പക്ഷെ ഞാൻ ഇന്നലെ നെറ്റ്വർക്ക് 18 ന്യൂസ് 18 പിന്നീട് കുറെ ന്യൂസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചു. ന്യൂസുകൾ വായിക്കുകയും കാണുകയൊക്കെ ചെയ്തു. അപ്പൊ അതില് അവർ പറയുന്നത് വെച്ചാല്, ഈ രാമനാഥപുരം, ഞാൻ പറഞ്ഞില്ലേ, രാമനാഥപുരം എന്ന് പറയുന്ന ആ ഒരു ജമീന്ദാരി അണ്ടറിൽ തന്നെ ആയിരുന്നു 1800 സംതിങ് വരെ, അല്ല 1947 വരെ, അതായത് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്ന സമയം വരെ അവിടുത്തെ ടാക്സുകളും എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ തമിഴ്നാടിന്റെ ഈ രാമനാഥപുരത്തുള്ള ആ ഒരു നാട്ടുരാജ്യം പോലുള്ള ഒരു സംഭവമായിരുന്നു എന്നൊക്കെയാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ അതൊരു പൊളിറ്റിക്കൽ വിഷയമായി മാറി. അത് പ്രധാനമന്ത്രി ഉയർത്തിക്കൊണ്ട് വന്നത് ശരിയായില്ല. അത് ഇന്ത്യയുടെ ഇന്റർനാഷണൽ
ആയിട്ടുള്ള വിശ്വാസിനെ ബാധിക്കും. കാര്യം നമ്മളൊരു എഗ്രിമെന്റ് പ്രകാരം ശ്രീലങ്കയ്ക്ക് കൊടുത്തത് തിരിച്ച് ഇനിയിപ്പോ പിടിക്കാൻ പറ്റത്തില്ല. അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ ഇന്ത്യയും ശ്രീലങ്കയായിട്ടുള്ള ബന്ധം വഷളാകും. അതൊക്കെ സത്യമാണ്. അതൊക്കെയാണ് എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, അതാ എന്തായാലും എഡിറ്റോറിയൽ നമ്മൾ മസ്റ്റായിട്ട് വായിച്ചു നോക്കണം. കാരണം അതൊരു അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു എഡിറ്റോറിയലാണ്. രണ്ടാമത്തെ സോളാർ സർജ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. സോളാർ സർജ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ ഇന്ത്യ സോളാർ സെക്ടറിൽ നടപ്പാക്കാൻ പോകുന്ന കുറെ കാര്യങ്ങളും അത് ഇന്ത്യയുടെ ഇപ്പൊ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രീൻ എനർജിയിലേക്ക് മാറുമ്പോൾ നമ്മളെ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ നമുക്ക് തടയാൻ പറ്റും. ഒരു പരിധി വരെ നമുക്ക് നമ്മളുടെ എൻവയോൺമെന്റിനെ ക്ലീൻ ആക്കി വെക്കാൻ പറ്റും, ഡീകാർബണൈസ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് നമ്മളുടെ അതിന്റെ എയിം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ്, അതിനുശേഷം വന്ന ഗ്ലാസ്ഗോ COP26 സമ്മിറ്റ്, അതിനുശേഷം വന്ന ഷാമൽ ഷെയ്ഖിലെ COP27 സമ്മിറ്റ്, ഇപ്പം നടന്ന ദുബായിലെ COP28 സമ്മിറ്റ്, ഇതിനെല്ലാം ഇതിന് തന്നെയാണ് പ്രാധാന്യം കൂടുതൽ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഗ്ലാസ്ഗോയിൽ വെച്ച് നമ്മള് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതായത് COP26 മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇന്ത്യ 500 ജിഗാവാട്ട് ഓഫ് പവർ നോൺ ഫോസിൽ ഫ്യൂലിൽ നിന്ന് സോഴ്സ് ചെയ്യും ബൈ 2030 എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ എനർജി സോഴ്സസിൽ നിന്ന്, അതിൽ പ്രധാനമായിട്ടും സോളാറിൽ നിന്ന് തന്നെ. അപ്പോ അങ്ങനെ സംഭവിക്കണമെങ്കിൽ നമുക്ക് 25 to 40 ജിഗാവാട്ട് ആനുവലി ഇനി അങ്ങോട്ട് ഉത്പാദിപ്പിച്ചാലേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ നമ്മളുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ 2030 ആകുമ്പോൾ 500 ജിഗാവാട്ട് പവർ നമ്മൾ സോളാറിൽ ഉൾപ്പെടുന്ന റിന്യൂവബിൾ എനർജി സോഴ്സസ് ഉത്പാദിപ്പിക്കണമെങ്കിൽ 25 to 40 ജിഗാവാട്ട് നമ്മൾ ആനുവലി ഉത്പാദിപ്പിക്കണം. പക്ഷേ കഴിഞ്ഞ 5 വർഷമായിട്ട് 13 ജിഗാവാട്ടേ ഉത്പാദിപ്പിക്കുന്നുള്ളൂ. അതിന് ഗവൺമെന്റ് പറഞ്ഞ COVID-19 പാൻഡമിക് ഒക്കെ മൂലമുള്ള പ്രശ്നം കൊണ്ടാണെന്നാണ് പറഞ്ഞത്. അപ്പൊ 25 to 40 ജിഗാവാട്ട് ആനുവലി നമ്മൾ ഇനി അങ്ങോട്ട് ഉത്പാദിപ്പിച്ച് 500 ജിഗാവാട്ട് എന്ന് പറയുന്ന നമ്മളുടെ എയിമിൽ നമ്മൾ റീച്ച് ചെയ്യുന്നെന്ന് കരുതുക ബൈ 2030. ആ എയിമിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇന്ത്യയുടെ ടോട്ടൽ ഇലക്ട്രിസിറ്റി നീഡിന്റെ ഹാഫ് വി വിൽ പ്രൊഡ്യൂസ് ഫ്രം റിന്യൂവബിൾ എനർജി സോഴ്സസ്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. നമ്മളുടെ മൊത്തം ഇലക്ട്രിസിറ്റി നീഡ്സിന്റെ, എനർജി നീഡ്സിന്റെ ഹാഫ് നമ്മൾ 2030 500 ജിഗാവാട്ടിൽ എത്തിയാൽ നമ്മൾ റിന്യൂവബിൾ എനർജി സോഴ്സസ് അല്ലെങ്കിൽ സോളാർ ഉൾപ്പെടുന്ന വിൻഡ് എനർജി ഉൾപ്പെടുന്ന റിന്യൂവബിൾ എനർജി സോഴ്സസ് ആയിരിക്കും ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ 25 to 40 ജിഗാവാട്ട് ആനുവലി ഉത്പാദിപ്പിക്കാൻ ഗവൺമെന്റ് എന്തായാലും മാക്സിമം ശ്രമിക്കും, ഉറപ്പാണ്. നല്ല രീതിയിൽ ആ കാര്യങ്ങൾ മുമ്പോട്ട് പോയി ചെയ്തിട്ട് ഇപ്പം തന്നെ റൂഫ് ടോപ്പ് സോളാർ ഒക്കെ വരികയല്ലേ. ഈ റൂഫ് ടോപ്പ് സോളാർ ഞാൻ ഒരു ഈ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ, പ്രധാനമന്ത്രി സൂര്യോദയ യോജന, അതിന്റെ പേരൊക്കെ ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇതിനെ എയ്ഡ് ചെയ്യുക. അപ്പൊ നമുക്ക് സോളാർ പാനൽസ് ഇഷ്ടം പോലെ വേണ്ടി വരും. സോളാർ പാനൽസ് വീടുകളുടെ റൂഫ് ടോപ്പിൽ മാത്രമല്ല, ഇൻഡസ്ട്രിയൽ രീതിയിൽ വലിയ സോളാർ ഫാംസ് ഉണ്ടാക്കുന്നു. ഇതിനെല്ലാത്തിനും സോളാർ പാനൽസ് വേണ്ടി. ഈ സോളാർ പാനൽസിന്റെ 80% ഗ്ലോബൽ സപ്ലൈ ചൈനയിൽ നിന്നാണ്. 80% സോളാർ പാനൽസിന്റെയും ഗ്ലോബൽ സപ്ലൈ എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നാണ്. ഇന്ത്യയും സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈനയാണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇന്ത്യ ലോക്കൽ ആയിട്ടുള്ള ഒരുപാട് സോളാർ സെൽ മാനുഫാക്ചേഴ്സ് ഉണ്ട്. അപ്പം അവരെ മാക്സിമം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. അതിന് ഗവൺമെന്റ് ഇപ്പോൾ ഒരു പുതിയ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം ആണ് ഇതിൽ ആദ്യത്തെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. അതായത് അപ്രൂവ്ഡ് മോഡൽസ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ഓഫ് സോളാർ ഫോട്ടോവോൾട്ടേക് മൊഡ്യൂൾസ് റിക്വയർമെന്റ് ഫോർ കമ്പൽസറി രജിസ്ട്രേഷൻ ഓർഡർ 2019 എന്ന് പറഞ്ഞത് കുറച്ചു കാലം മുമ്പേ വന്നതാണ്. പക്ഷേ അത് സ്ട്രിക്റ്റ് ആയിട്ട് ഇനി ഇന്ത്യയിൽ ഇൻഷുർ ചെയ്യാൻ പോയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യയിലുള്ള സ്ഥാപനങ്ങൾ ഇത്തരം ഈ പറഞ്ഞ ഫോട്ടോവോൾട്ടേക് സെൽസ്, ഈ സോളാറിൽ സെല്ലുകളിൽ ഉപയോഗിക്കുന്ന ഫോട്ടോവോൾട്ടേക് സെല്ലൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടുകയും അവരുടെ ആ രജിസ്ട്രേഷന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇനിയുള്ള ഗവൺമെന്റ് ടെൻഡേഴ്സിലോ അല്ലാതെ പ്രൈവറ്റ് കമ്പനികളുടെ ടെൻഡേഴ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുകയും അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ലോക്കൽ നമ്മളുടെ ഈ സോളാർ സെൽ മാനുഫാക്ചറിങ് കമ്പനീസിന് ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ഒരു സെൽഫ് റിലയൻസിലേക്കും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് പോവുക. അപ്പം ഇതിൽ ഈ മേഖല വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ചൈനീസ് കമ്പനികൾ മൊത്തത്തിൽ കൊണ്ടുവരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുത്ത നടപടിയെ കുറിച്ച് ആണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്. ബാക്കി സെക്കൻഡ് പാരഗ്രാഫിൽ ഞാൻ പറഞ്ഞ മൊത്തം നമുക്ക് ഇനി അങ്ങോട്ട് 2030 വരെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോ അതാണ് ആ എഡിറ്റോറിയൽസ് രണ്ടും നല്ല രീതിയിൽ വായിക്കുക. പിന്നെ PMLA കുറിച്ചൊക്കെ ഉള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഇന്നത്തെ ഹിന്ദുവിൽ. PMLA എന്താണെന്ന് അറിയാം, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. അതാണ് EDയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. അതൊക്കെ വേണമെന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക.
പിന്നെ ലഡാക്സ് പ്രൊട്ടസ്റ്റ് ഹങ്കർ ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളും ഉണ്ട്. അതും ഡീറ്റെയിൽഡ് ആയിട്ട് അതായത് ന്യൂസുകൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ള ആൾക്കാർ മാത്രമാണ് അതൊക്കെ വായിക്കേണ്ടത്. അതല്ലാത്ത ഈ ലഡാക്കിന്റെ വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ലഡാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ലഡാക്ക് ഈസ് എ യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യ. After the bifurcation of Jammu and Kashmir into 2 union territories in 2019, Ladakh also became a union territory, and Ladakh now wants statehood. First of all, they want statehood, and the second need of them is to include Ladakh in 6th schedule of Indian Constitution. അതായത് ഇന്ത്യയുടെ 6ാം ഷെഡ്യൂൾ, കോൺസ്റ്റിറ്റ്യൂഷൻ 6ാം ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ കുറെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻസ്, ഈ ട്രൈബൽ ഏരിയാസിനെ കിട്ടുന്ന പ്രൊട്ടക്ഷൻസ് എടുക്കുക. അതാണ് അവരുടെ മെയിൻ ആവശ്യം. അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അതിനടുത്ത പേജിലേക്ക് പോവാം. ഇവിടെയൊക്കെ എല്ലാം പൊളിറ്റിക്കൽ ന്യൂസ് ആണ്, വേറെ ഒന്നും ഇവിടെ പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇവിടെ ഒരു ന്യൂസ് നമുക്ക് ആവശ്യമുള്ളത് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒരെണ്ണം, റൈസ് ഇൻ ഡിമാൻഡ് ഫോർ MGNREGS പോയിന്റ്സ് ടു ഫെയിലിയർ ഓഫ് ഗവൺമെന്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞത്. അത് പൊളിറ്റിക്കൽ ന്യൂസ് ആണ്, എന്നാലും MGNREGS സ്കീമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആയിട്ട് പറയുന്നേ ഉള്ളൂ. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം നമുക്കറിയാം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അത് എന്താണ്, 100 ദിവസം ഗ്രാമങ്ങളിലുള്ള ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്കീമാണ്. ഇടയ്ക്ക് വെച്ച് അതിന് വലിയ ഡിമാൻഡ് ഇല്ലായിരുന്നു. കോവിഡ് സമയത്ത് വലിയ ഡിമാൻഡ് ആയിരുന്നു. കാര്യം അന്ന് ആൾക്കാർക്ക് ആർക്കും ജോലിയില്ലാത്ത സമയമായതുകൊണ്ട്. കോവിഡിന് ശേഷം ഡിമാൻഡ് ഒന്ന് കുറഞ്ഞാണ്. ഇപ്പം വീണ്ടും ഡിമാൻഡ് കൂടുന്നു. അപ്പൊ അത് ഗവൺമെന്റിന്റെ തൊഴിൽ ആൾക്കാർക്ക് കൊടുക്കുന്നതിനുള്ള ഫെയിലിയർ കൊണ്ടാണ് ഇതിന് ഡിമാൻഡ് കൂടുന്നതൊക്കെ ഒപ്പോസിഷൻ ആരോപിച്ചിരിക്കുന്നു. അപ്പം ജസ്റ്റ് അത് പറഞ്ഞേ ഉള്ളൂ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ച്. പിന്നെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഹീറ്റ് വേവ് കണ്ടീഷൻസ് ലൈക്ലി ഡ്യൂറിംഗ് ഇലക്ഷൻ സീസൺസ് വാണ്ട്സ് IMD. അത് നമ്മൾ അറിയേണ്ടതാണ്. ഇനി അങ്ങോട്ട് ഹീറ്റ് വേവ് ഇന്ത്യ മുഴുവനും ഉണ്ടാവാൻ നല്ല സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത്. ആ സമയത്താണ് നമ്മൾ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ഇലക്ഷൻ നടക്കാൻ പോകുമ്പം ആൾക്കാരെ, ഇപ്പം പ്രായമായ ആൾക്കാരും എല്ലാം വെളിയിൽ പോയി വോട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. 85 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് കണ്ടേ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ദിവ്യാംഗ ആൾക്കാർക്ക്. അപ്പോൾ ഈ ഹീറ്റ് വേവ്സ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇനി അങ്ങോട്ട്. SC നോട്ടീസ് ടു EC ഓൺ പ്ലീ ടു ചെക്ക് EVM EVPAT കൗണ്ട്സ്. EVM നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അറിയാമെങ്കിലും പലർക്കും അറിയാത്തൊരു സംഭവമാണ് VVPAT. VVPAT എന്താണെന്ന് അറിഞ്ഞിരിക്കുക, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. VVPAT എന്താണ്? വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ, VVPAT എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഈ നമ്മളിപ്പോ ഇനി നിങ്ങളെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ വോട്ട് ചെയ്തതിന്റെ ഒരു പ്രിന്റ് ഔട്ട് സെപ്പറേറ്റ് വേറൊരു മെഷീൻ വഴി ഒരു ബോക്സിലേക്ക് ചെന്ന് വീഴുന്ന കാണാം. അതായത് ഈ EVMന്റെ വിശ്വാസ്യതയൊക്കെ പലരും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വന്ന ഒരു പുതിയ സംവിധാനമാണ്. കഴിഞ്ഞ 1-2 ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നാണ് VVPAT, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. നമ്മൾ ചെയ്യുന്ന വോട്ടിന്റെ ഒരു പ്രിന്റ് ഔട്ടും കൂടെ ജനറേറ്റ് ചെയ്യും. പക്ഷെ അത് എണ്ണാറില്ല. എണ്ണുന്ന EVM എണ്ണാറുള്ളൂ. എപ്പോഴും എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ ആ ഡിസ്പ്യൂട്ട് പരിഹരിക്കാൻ ഇത് എണ്ണി നോക്കിയാൽ പോരെ. അത്തരം സാഹചര്യങ്ങളിൽ മാത്രമേ VVPAT എണ്ണാറുള്ളൂ, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. അപ്പൊ ഇനി തൊട്ട് VVPAT കൗണ്ട് ചെയ്യണം, EVM കൗണ്ട് ചെയ്യണം പറഞ്ഞ് കേസ് പോയിട്ടുണ്ട് അത്താറ്. പിന്നീട് IAF ജഡ്ജ് ടു കണ്ടക്ട് ലാൻഡിംഗ് ഡ്രിൽസ് ഓൺ ഹൈവേസ് ഇൻ കാശ്മീർ. അത് ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലങ്ങളിലും ഈ ഇന്ത്യൻ എയർഫോഴ്സ് ചെയ്യുന്നതാണ്. ഹൈവേയിൽ ചില പ്രത്യേക സ്ട്രിപ്പുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്ലെയിനുകൾ, ഹെലികോപ്റ്ററുകളൊക്കെ ലാൻഡ് ചെയ്ത് പരീക്ഷണം നടത്തും. എക്സ്പ്രസ് ഹൈവേകളിലൊക്കെ പലയിടത്തും അത്ര സ്ട്രിപ്പുകളുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ, സൗത്ത് ഇന്ത്യയിലും ഉണ്ടാക്കും. എന്തിനാണ്? അടിയന്തരമായിട്ട് എയർപോർട്ട് ഇല്ലാത്തൊരു സ്ഥലത്ത് എയർഫോഴ്സിന്റെ പ്ലെയിനുകൾക്ക് ലാൻഡ് ചെയ്യേണ്ടി വന്ന റോഡിൽ ലാൻഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ചുമ്മാ റോഡിൽ കൊണ്ട് ലാൻഡ് ചെയ്യാൻ പറ്റൂല. അതിൽ ആ ഒരു ഏരിയ ആ രീതിയിലാക്കിയെടുക്കും. അപ്പൊ അതിന്റെ പരീക്ഷണം കാശ്മീരിൽ നടത്താൻ പോയണമെന്നാണ്. ഈ ഇടയ്ക്ക് നോയിഡയിൽ എക്സ്പ്രസ് ഹൈവേയിലൊക്കെ നടത്തിയായിരുന്നു. പിന്നെ അറിഞ്ഞിരിക്കേണ്ട NPPA എന്ന് പറയുന്ന സംവിധാനം എന്താണെന്നാണ്. NPPA റിവൈസ് സീലിംഗ് പ്രൈസ് ഓഫ് ഓവർ 900 ഡ്രഗ് ഫോർമുലേഷൻസ് എന്നൊരു ന്യൂസ് കാണാം. NPPA എന്ന് പറഞ്ഞാൽ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയാണ്. NPPA എന്താണ്? നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി. അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ മരുന്നുകളുടെ വില നിലവാരം നിയന്ത്രിക്കാനുള്ള സംവിധാനമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സംവിധാനമാണ് NPPA, എക്സ്പാൻഷൻ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി. ഇന്ത്യയിലെ മരുന്നുകളുടെ വില നിലവാരം നിർണ്ണയിക്കാനുള്ള സംവിധാനമാണ് NPPA, നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. പിന്നെ
ഓദർ ക്വിറ്റ് സാഹിത്യ അക്കാദമി നമുക്ക് വേണ്ട. ഇവിടെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ന്യൂസ് ഉണ്ട്. ഇനി അങ്ങോട്ട് അത് കൂടാനാണ് സാധ്യത. In an all-time high, defense exports cross rupees 21,000 crore. Government of Indiaയുടെ ലക്ഷ്യമാണ് by 2025, അതായത് by next year, India government wants to export at least 25,000 crores worth defense products to other nations. അപ്പൊ we are on the right path. അതാണ് ഇതിന്ന് മനസ്സിലാവുന്ന. നമ്മളുടെ ആദ്യമായിട്ട് 21,000 crores ഡിഫൻസ് പ്രോഡക്ട്സ് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇപ്പൊ കയറ്റി വെച്ചു. India's defense exports crossed 21,000 crore for the first time, Defense Minister Rajnath Singh said on Monday. The figure indicated that defense export had grown by 31 times in the past 10 years compared to 2013-14. 2013-14 അപേക്ഷിച്ച് 31 മടങ്ങാണ് നമ്മളുടെ പിന്നീട് ഡിഫൻസ് എക്സ്പോർട്ട് ക്രോസ് എക്സ്പാൻഡ് ആയത്. ഡിഫൻസ് എക്സ്പോർട്ട് 2021-24 21,083 കോടി. അതായത് മുമ്പത് 1000 കോടി പോലും ഇല്ലായിരുന്നു. 500 കോടി 600 കോടിയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ട് ഒരു 10 വർഷം മുമ്പ്. അപ്പൊ അത് ഗവൺമെന്റിന്റെ അച്ചീവ്മെന്റ് ആയിട്ട് ഒരു 10 വർഷം മുമ്പുള്ള കണക്ക് പറഞ്ഞത്. കാര്യം 10 വർഷം മുമ്പ് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. അന്ന് നമുക്ക് എടുക്കേണ്ട അതിന്റെ പൊളിറ്റിക്സ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. വി റീച്ച്ഡ് ആൻ ഓൾ ടൈം ഹൈ in defense export. This year we crossed 21,000 crore for the first time in the history of India. And India's aim is to export at least 25,000 crores worth defense products by the year of 2025. That means next year. അത് മിക്കവാറും അച്ചീവ് ചെയ്യുമായിരിക്കും. കാര്യം ആ ഒരു രീതിയിലാണ് ഇപ്പൊ ഇന്ത്യയുടെ ഡിഫൻസ് കാര്യം പ്രൈവറ്റൈസേഷൻ ഒക്കെ വന്നതുകൊണ്ടാണ് നടക്കുന്നത്. ഓക്കെ. അതേസമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ആംസ് ഇമ്പോർട്ടർ നമ്മളാണ്. പിന്നീട് ഇവിടെ ഒന്നും പറയാനില്ല. അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ മാർച്ചിലെ GST കളക്ഷനെ കുറിച്ചാണ്. GST കളക്ഷൻ ഇന്ത്യയിൽ ഓരോ മാസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തെ മാർച്ചിലെ GST മാർച്ചോടുകൂടി ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു. മാർച്ചോടുകൂടി ഈ വർഷത്തെ ഈ മാർച്ചിലെ GST കളക്ഷൻ 1.78 lakh crore ആണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭയങ്കര കൂടുതലാണ്. കഴിഞ്ഞ വർഷം മാർച്ചിനെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം മൊത്തത്തില് ഗവൺമെന്റിന് കിട്ടിയത് ഏതാണ്ട് 18 lakhs crores ആയിരുന്നു GST കളക്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ. അത് 20.2 lakhs crore ആയിരുന്നു. ഏതാണ്ട് 2.25 ലക്ഷം കോടി രൂപ ഗവൺമെന്റിന് ടോട്ടല് കൂടി. അതിവിടെ അത് ആ ഒരു കണക്ക് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും GST കളക്ഷൻ കൂടുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൊത്തത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റി കൂടുന്ന. കഴിഞ്ഞ വർഷം 18 ലക്ഷം കോടിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ GST കളക്ഷൻ. അതിപ്പോ ഈ വർഷം 20.2 lakh crore ആയിട്ട് കൂടി. ആ ഒരു കണക്ക് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. Last year, India's total GST collection, last financial year, India's total GST collection was 18 lakhs crore. This year means the year ended on March 31. അത് കഴിഞ്ഞ് പുതിയ ഫിനാൻഷ്യൽ ഇയർ ആയി. Now it is 20.2 lakh crore. അപ്പോൾ വളരെ സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് ആണ് GST കളക്ഷനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇന്ത്യയുടെ ലാർജസ്റ്റ് അയൺ ഓർ പ്രൊഡ്യൂസർ കമ്പനി ഏതാണെന്ന് അറിഞ്ഞിരിക്കുന്നത് ഗവൺമെന്റിന്റെ ആണ്. NMDC ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അയൺ ഓർ പ്രൊഡ്യൂസർ കമ്പനി NMDC. പിന്നീട് സെബി അറിയാം എല്ലാവർക്കും, സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ആണ് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാധബി പുരി ബുച്ച് ആണ് അതിന്റെ ചെയർപേഴ്സൺ. അറിഞ്ഞൂടാത്തവര് അത് എഴുതി വെച്ചേക്കണം. മാധബി പുരി Butch, the first woman chairperson of SEBI, Securities and Exchange Board of India. SEBI headquarters is in Mumbai. CIL എന്താണെന്ന് അറിഞ്ഞിരിക്കുക. കോൾ ഇന്ത്യ ലിമിറ്റഡ്, ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് കോൾ പ്രൊഡക്ഷൻ കമ്പനി. CIL, കോൾ ഇന്ത്യ ലിമിറ്റഡ്, ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് കോൾ പ്രൊഡക്ഷൻ കമ്പനി. അതുപോലെ RBI 90 years കംപ്ലീറ്റ് ചെയ്തു. RBI completed 90 years. Yesterday RBI completed 90 years of existence. And RBIക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഡ്യൂറിംഗ് ദീസ് ലാസ്റ്റ് 90 years. RBI is one of the best financial regulators in the world. അതിൽ യാതൊരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. ഓക്കെ. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അടുത്ത പേജിൽ ഇന്റർനാഷണൽ പേജിൽ വലുതായിട്ടൊന്നും പറയാനില്ല. ഇന്റർനാഷണൽ പേജിൽ പറയാനുള്ള ഒരു കാര്യം, ടർക്കി കഴിഞ്ഞ 20 years ആയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് റെസെപ് തായിപ്പ് എർദോഗാൻ. ടർക്കി കഴിഞ്ഞ 20 years ആയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹമാണ്. എർദോഗാൻ, ERDOGAN. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇപ്പൊ അവിടെ നടന്ന ഇലക്ഷനിൽ വലിയ തിരിച്ചടി നേരിട്ടു. അവിടുത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ സ്റ്റിൽ ഹീസ് ദ പ്രസിഡന്റ്.
പക്ഷെ അത് ഒരു ഗ്രാജുവലി ഹീസ് ലൂസിങ് പോപ്പുലാരിറ്റി, അതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിനെക്കുറിച്ചൊരു ന്യൂസാണ്. ടർക്കിയുടെ ക്യാപിറ്റൽ അങ്കാറയാണ്. പിന്നെ സ്പോർട്സിൽ എന്താ പറയാൻ ഒന്നുമില്ല, എല്ലാം IPL-ഉം മറ്റു കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പേര് അറിഞ്ഞിരിക്കണം, പങ്കജ് അദ്വാനി എന്നുള്ള പേര്. പങ്കജ് അദ്വാനി ഇന്ത്യയുടെ ഏറ്റവും മികച്ച സ്നൂക്കർ ആൻഡ് ബില്യാർഡ്സ് പ്ലെയർ ആണ്. ബില്യാർഡ്സും സ്നൂക്കറും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഏറ്റവും വലിയ പ്ലെയർ ആണ് പങ്കജ് അദ്വാനി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ പത്രമാണ്. അത് ഫസ്റ്റിലെ ഉള്ള ന്യൂസ് എന്ന് പറയുന്നത് ഒരു റാലിയെ കുറിച്ചാണ്. നമുക്ക് വേണ്ട. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത കച്ചത്തീവ് വിഷയം ഇത്രയും ചൂട് പിടിക്കാൻ ഒരു കാരണം ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ദിവസം പ്രധാനമന്ത്രി എക്സിൽ കുറിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ആണ് വിവാദമായ. കോൺഗ്രസ് കള്ളോസ്ലി ഗേവ് എവേ കച്ചത്തീവ് ടു ശ്രീലങ്ക 1974 സേസ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന സംഭവമാണ്. ഇലക്ഷൻ ടൈമിൽ ഇപ്പോൾ അത് പറഞ്ഞു എന്നുണ്ടെങ്കിലും അതൊരു സത്യമാണെന്നുള്ള കാര്യം വേറൊരു യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ കച്ചത്തീവ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ ഇന്ത്യക്ക് ഉണ്ടായി. ഇന്ത്യക്കല്ല, എസ്പെഷ്യലി ഇന്ത്യക്ക് എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയല്ലോ തമിഴ്നാട് എന്ന് പറയുന്നത്. ഇപ്പൊ തമിഴ്നാടിനാണ് ഏറ്റവും കൂടുതൽ ദോഷം. അതുകൊണ്ട് വേറെ ആർക്കും ഒരു ദോഷവും ഇല്ല. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ആർമി ഈസ് ക്രാങ്കിങ് അപ്പ് എഫേർട്സ് ടു ബൂസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ കണക്ടിവിറ്റി എലോങ് LAC ഇൻ അരുണാചൽ എന്നൊരു ന്യൂസ് കാണാം. ആർമി ഈസ് ക്രാങ്കിങ് അപ്പ് എഫേർട്സ് ടു ബൂസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കണക്ടിവിറ്റി എലോങ് LAC ഇൻ അരുണാചൽ. LAC നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ഈ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന പ്രദേശം തന്നെ ചൈനയുടേതാണെന്നാണ് അവർ പറഞ്ഞു വച്ചിരിക്കുന്നത്. ചൈന അരുണാചൽ പ്രദേശിലെ പല സ്ഥലങ്ങൾക്ക് പേരുകളൊക്കെ മാറ്റിയിട്ടു എന്ന് ഇന്നലെ ഞാൻ നോക്കണ്ടൊക്കെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു. അരുണാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ പേമ ഖണ്ഡു ആണ്. പേമ ഖണ്ഡു അവിടെ ഇപ്പൊ ഇലക്ഷൻ നടക്കുകയാണ്. ഇലക്ഷനിൽ ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെ ഉള്ള ആൾക്കാർക്ക് എതിരാളികളില്ല. സോ ഓൾറെഡി 10 ആൾക്കാർ അവിടെ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ ജയിച്ചു. ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പേ എതിരാളികളില്ല. അതിലൊരാൾ പേമ ഖണ്ഡു ആണ്, ചീഫ് മിനിസ്റ്റർ ആണ്. അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഇട്ടാനഗറാണ്. അപ്പൊ അരുണാചൽ പ്രദേശ് നമുക്ക് നമ്മളുടെ അതല്ലെന്നാണ് ചൈനയുടെ അവകാശവാദം. അപ്പൊ അരുണാചൽ പ്രദേശിലെ ബോർഡർ ഏരിയ LAC ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഒക്കെ അരുണാചൽ പ്രദേശിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ്. അപ്പൊ അവിടെ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ, പ്രത്യേകിച്ച് ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഫോർട്ടിഫിക്കേഷൻ നടത്തേണ്ടത് നമ്മളുടെ അരുണാചലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണം. അല്ലെങ്കിൽ അത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ചൈന ഏത് നിമിഷവും അവിടെ കടന്നു കയറാം. അപ്പൊ ഈ അരുണാചൽ പ്രദേശ് ഉൾപ്പെടുന്ന നമ്മളുടെ ബോർഡർ ഏരിയാസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടുത്തെ ആൾക്കാർക്ക് വികസനം കൊടുക്കണം. അപ്പൊ ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നൊരു സ്കീമുണ്ട്. ആ സ്കീമിന്റെ പേരാണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. പിന്നെ ഈ പേജിലൊന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ എഡിറ്റോറിയൽസ് 2 ഉണ്ട്. ഫസ്റ്റ് എഡിറ്റോറിയൽ, ആദ്യത്തെ എഡിറ്റോറിയൽ പക്ക പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ ആണ്. മെയിൽ ഫാക്ടേഴ്സ് മിസ്ഗീവിങ്സ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ ആണ്. അത് വേറെ ഒന്നും അല്ല, അതൊരു പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ. ജസ്റ്റ് അത് പറയാതെ കോൺഗ്രസും നമ്മളുടെ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയെ കുറിച്ചും അവർ തങ്ങൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്ന, അതായത് ഇന്ത്യ മുന്നണിയുടെ റാലിയൊക്കെ ഇപ്പൊ ഡൽഹിയിൽ മിനിഞ്ഞാന്ന് നടന്നു. അന്നത്തെ പത്രമാണത്. അപ്പൊ അതിന് തൊട്ടടുത്ത ദിവസത്തെ പത്രം, അതായത് ഇന്നലത്തെ പത്രമാണ്. അപ്പൊ ആ റാലി ഒരു വലിയ പ്രതിപക്ഷ ഐക്യത്തിന്റെ ഒരു ഇതൊക്കെ അവർ കാണിച്ചു. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഉണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ, അതുപോലെ ജാർഖണ്ഡിലെ ഫോമർ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഹേമന്ത് സോറൻ, ഇവരുടെയൊക്കെ അറസ്റ്റില് പ്രതിഷേധിച്ചാണ് ആ ഒരു റാലി നടത്തിയത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ തങ്ങളുടെ ഈ റീജിയണൽ പാർട്ടീസ് തമ്മിൽ ഇപ്പം RJDയും കോൺഗ്രസും തമ്മിൽ അത്യാവശ്യം നല്ല സഖ്യത്തിലാണ്. ബീഹാറില് DMKയും കോൺഗ്രസും തമ്മിൽ സൗത്തില് തമിഴ്നാട്ടില് അത്യാവശ്യം നല്ല സഖ്യത്തിലാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ സഖ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവര് തങ്ങളില് ചില കാര്യങ്ങളിൽ ഇപ്പോഴും വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുകൾ എന്ന് പറയുമ്പം ലാലു പ്രസാദ് തന്നെ ബീഹാറില് കാൻഡിഡേറ്റ്സിനെയൊക്കെ ഡിക്ലെയർ ചെയ്ത കോൺഗ്രസിനോടൊന്നും ആലോചിക്കുക പോലും ചെയ്യാതെ കോൺഗ്രസ് ക്ലെയിം വെച്ചിരുന്ന പല കോൺസ്റ്റിറ്റ്യുവൻസീസിൽ അവർ കാൻഡിഡേറ്റ്സിനെയൊക്കെ ഡിക്ലെയർ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ മണ്ഡൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്ന ഒരു സമയത്ത്, അതായത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ OBC റിസർവേഷൻ വരുന്നത്. അതുവരെ OBCസിന് റിസർവേഷൻ ഇല്ലായിരുന്നു. ഈ OBC റിസർവേഷൻ വരുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്.
ഈ മണ്ഡൽ പൊളിറ്റിക്സ് ഈ മണ്ഡൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്സ് അവരുടെ യഥാർത്ഥ പൊളിറ്റിക്സിന്റെ ഭാഗമാക്കി മാറ്റിയ കുറെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. അവരുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയിൽ നടപ്പാവുന്നത്. ഈ ലാലു പ്രസാദ് യാദവ്, നിതീഷ് കുമാറൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പൊളിറ്റീഷ്യന്മാരാണ്. അപ്പൊ അവരാണ് ഇന്ത്യയിലെ ജാതി രാഷ്ട്രീയത്തിന് തുടക്കമിട്ടത്. പക്ഷെ ഇപ്പൊ കോൺഗ്രസും ആ ഒരു രാഷ്ട്രീയത്തിന്റെ പാതയിലേക്ക് പോവുകയാണ്. അതല്ലാതെ BJP എതിരിടാൻ അവർക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയപ്പോ, അതായത് കാസ്റ്റ് സെൻസസ് നടത്തണം, ജാതി സെൻസസ് നടത്തണം എന്നൊക്കെ ഉള്ള ഒരു ഏറ്റവും വലിയൊരു ഒരു ആവശ്യം കോൺഗ്രസ് കൊണ്ടുവരികയൊക്കെ ചെയ്തു. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് ഹിന്ദുവിലെ ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ പറയുന്നത്. അന്ന് വായിച്ചു നോക്കാൻ എളുപ്പമാണ്, എല്ലാവർക്കും മനസ്സിലാവും. രണ്ടാമത്തെ എഡിറ്റോറിയൽ കോമ്പൗണ്ടിങ് ക്രൈസിസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അതായത് ഇത് സൗത്ത് ഇന്ത്യയിലെ കാര്യം മാത്രമാണ് ഇതിൽ പറഞ്ഞത്. സൗത്ത് ഇന്ത്യയിൽ 23% നമുക്ക് ആവശ്യമുള്ള വാട്ടറിന്റെ 23% മാത്രമേ സൗത്ത് ഇന്ത്യയിലെ റിസർവോയേഴ്സിൽ ഇപ്പൊ ഉള്ളെന്നാ പറയുന്നത്. 23% മാത്രം. ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ മഴയ്ക്ക് പ്രത്യേകിച്ച് സാധ്യത ഒന്നുമില്ല. ഹീറ്റ് വേവ്സിനാണ് സാധ്യത, IMD ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതില് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇതിന് സമാനമായ ഒരു സാഹചര്യം 2017 മാത്രമേ മുമ്പ് ഉണ്ടായിട്ടുള്ളൂ. 2017 ശേഷം 2024 ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇനി എൽനീനോ എന്ന് പറയുന്ന ഇഫക്റ്റ്, ഇറാട്ടിക് മൺസൂൺ അല്ലെങ്കിൽ മഴ കുറയുന്നതിനൊക്കെ കാരണമാവും എൽനീനോ ഇഫക്റ്റിന്റെ ഒരു സാധ്യതയും ഇപ്പം ഉണ്ട്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറയുന്ന പ്രശ്നം ഭയങ്കരമായിട്ട് കൂടാൻ സാധ്യത ഉണ്ടെന്നാണ് CWC ഉൾപ്പെടെ പറയുന്നത്. CWC മീൻസ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ. സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ കണക്കനുസരിച്ചാണ് നമ്മൾ 23% ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ റിസർവെയറുകളിൽ ഉള്ളതെന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു ക്രൈസിസ് ഉണ്ടാകുന്നു. അതേസമയത്ത് നമുക്ക് 18 ഭയങ്കര ഫ്ലഡ് ഉണ്ടായി, 19 20 21 22 ആവശ്യത്തിന് മഴയുണ്ടായി. പക്ഷെ ഒരു വർഷം മഴ പെയ്യാൻ താമസിക്കുമ്പോൾ നമ്മളുടെ ഡ്രൗട്ട് സിറ്റുവേഷൻ ഉണ്ടാവുന്നു. ഭയങ്കരമായിട്ടുള്ള വാട്ടർ സ്കേഴ്സിറ്റി കൊണ്ട് കുടിക്കാൻ പോലും ആൾക്കാർക്ക് വെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ഇത് ഗവൺമെന്റുകളുടെ പരാജയം അല്ലേ എന്നാണ് ഈ എഡിറ്റോറിയൽ ചോദിക്കുന്നത്. കാര്യം ഗവൺമെന്റുകൾ മാത്രമല്ല, ഗവൺമെന്റുകൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആവശ്യത്തിന് ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന സമയത്ത് അത് സംഭരിക്കാനുള്ള ഒരു അവയർനെസ് ആൾക്കാരെ കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഈ വാട്ടറിന്റെ ഒരു റീപ്ലെനിഷ്മെന്റ് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തുക, ഈ മഴക്കുഴികൾ അങ്ങനെയുള്ള സംഭവമൊക്കെ ഇവിടെയൊക്കെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ ആൾക്കാർ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഈ നമ്മളുടെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് ഒന്നും ഇതിനെക്കുറിച്ച് അവെയർ അല്ല, അല്ലെങ്കിൽ അവെയർ ആണെങ്കിലും ഇതിനെക്കുറിച്ച് ഒന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ ഈ ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ടാണ് ഇപ്പം കുറച്ചുകൂടി നന്നായിട്ട് ഇതെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും എല്ലാം വർഷങ്ങൾ കഴിയും തോറും ഇതിന് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ പ്രഡിക്ഷൻ ഉണ്ട്, പക്ഷെ ആ പ്രഡിക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആ ഒരു വിഷൻ നമ്മളുടെ ആൾക്കാരുടെയും അതോറിറ്റീസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതിനെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, അപ്പം ഈ 2 എഡിറ്റോറിയൽസ് വായിക്കാൻ ശ്രമിക്കുക. പിന്നെ പ്രസിഡന്റ് മർമു കൺഫേഴ്സ് ഭാരത് രത്ന ഓൺ LK അദ്വാനി എന്നൊരു ന്യൂസ് കാണാം. ഭാരത് രത്ന ഈ വർഷം കുറച്ചു പേർക്ക് കിട്ടിയായിരുന്നു, നമുക്കറിയാം. ആ ഭാരത് രത്ന കിട്ടിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭാരത് രത്ന ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അത് പ്രസിഡന്റ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇന്ത്യയുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ആണ്. LK അദ്വാനിക്ക് ഭാരത് രത്ന കിട്ടിയായിരുന്നു. PV നരസിംഹറാവുവിന് ഭാരത് രത്ന കിട്ടിയായിരുന്നു. MS സ്വാമിനാഥന് ഭാരത് രത്ന കിട്ടിയായിരുന്നു. കർപ്പൂരി താക്കൂറിന് ഭാരത് രത്ന കിട്ടിയായിരുന്നു. ഇത്രയും പേരൊക്കെ അല്ലേ? പിന്നെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? MS സ്വാമിനാഥൻ പൊളിറ്റിക്കൽ ഫീൽഡിൽ നിന്ന്, LK അദ്വാനി, PV നരസിംഹറാവു, കർപ്പൂരി താക്കൂർ, MS സ്വാമിനാഥൻ, പിന്നെ ചരൺ സിംഗ്. ഈ 5 പേർക്ക്, ചരൺ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ, 5 പേർക്കാണ് ഭാരത് രത്ന ഈ പ്രാവശ്യം കിട്ടിയത്. അവർക്ക് എല്ലാവർക്കും ഈ പ്രാവശ്യം ഭാരത് രത്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ പലർക്കും മരണാനന്തര ബഹുമതിയായിട്ടും ആണ് കുറച്ചു പേർക്കാണ് കിട്ടിയത്. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോ ഗ്യാൻവാബി മോസ്കോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. ഗ്യാൻവാബി മോസ്ക് ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഇന്നത്തെ ഹിന്ദുവിലും ഉണ്ട്. ഗ്യാൻവാബി മോസ്ക് ഹിന്ദുക്കളും മുസ്ലിംസും ഇപ്പൊ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന വാരണാസിയിലെ ഒരു മോസ്ക് ആണ്. അപ്പൊ അവിടെ ഈ ഡെയിലി ആരാധന ഈ ഇടയ്ക്ക്
അലഹബാദ് ഹൈക്കോർട്ട്, അതായത് ഉത്തർപ്രദേശിന്റെ ഹൈക്കോർട്ട് അനുവദിച്ചു ഹിന്ദുക്കൾക്ക്. മുമ്പ് വർഷത്തിൽ ഒരിക്കലേ ആരാധന നടത്താൻ പറ്റുള്ളായിരുന്നു. അപ്പൊ ആ ആരാധന നടത്തുന്ന, പിന്നെ അവിടെ സർവേ ഒക്കെ നടത്തിയപ്പോൾ അതിന്റെ റിലീജിയസ് സ്ട്രക്ചർ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ അവിടുത്തെ മുസ്ലിം പോയി. പക്ഷെ സുപ്രീം കോടതി സ്റ്റേ ചെയ്യാൻ തയ്യാറായില്ല. ഇപ്പോ തുടരുന്ന രീതി തന്നെ തുടർന്നു പോട്ടെ, ഹിന്ദുക്കളും ആരാധന നടത്താം, മുസ്ലിങ്ങളും ആരാധന നടത്താം. അങ്ങനെ ഒരു പ്രത്യേക സവിശേഷതയാണ് ഇപ്പൊ ഗ്യാൻവാബി മോസ്കിൽ രണ്ടുപേർക്കും ഇപ്പൊ ആരാധന നടത്താവുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ നൗ GST probe into big corporates ഒന്നും വേണ്ട. അതിനടുത്ത പേജ് പോകുമ്പോൾ മണി വേസ്റ്റ് പേജ് നമുക്ക് വേണ്ട. അതിന്റെ അടുത്ത വേൾഡ് പേജില് ബൾഗേറിയ ആൻഡ് റൊമേനിയ ടേക്ക് ഫസ്റ്റ് സ്റ്റെപ്സ് ഇൻ ടു യൂറോപ്സ് വിസ ഫ്രീ സോൺ. യൂറോപ്പിലെ വിസ ഫ്രീ സോണിനെ പറയുന്നത് ഷെങ്കൻ ഏരിയ എന്നാണ്. ഷെങ്കൻ ഏരിയ. ഈ ഷെങ്കൻ ഏരിയയിൽ ഷെങ്കൻ വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതിൽ കുറച്ച് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ നമുക്ക് ബസ്സിലോ ട്രെയിനിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒറ്റ വിസ മതി. ഒറ്റ വിസയിൽ കുറെ മേഖലയിൽ ഇപ്പൊ അതുപോലെ ഒരു വിസ സംവിധാനം ഗൾഫിൽ കൊണ്ടുവരാൻ പോയാണ്. ഗൾഫിലെ GCC രാജ്യങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവരാൻ പോയാണ്. നമുക്ക് ഇപ്പൊ ടൂറിസ്റ്റുകൾക്ക് ഇത് ഭയങ്കര അനുഗ്രഹമായിരിക്കും. നമുക്ക് ഒറ്റ വിസ എടുത്തു കഴിഞ്ഞാൽ ആ വിസയായിട്ട് നമുക്കിപ്പം UAE പോകാൻ പറ്റും, പിന്നീട് സൗദിയിൽ പോകാൻ പറ്റും, പിന്നീട് കുവൈറ്റിൽ പോകാൻ പറ്റും, ഖത്തറിൽ പോകാൻ പറ്റും. അങ്ങനെ ഇതിലുള്ള GCC രാജ്യം, ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ എന്ന് പറയുന്ന GCCയിലുള്ള രാജ്യങ്ങളിൽ എല്ലായിടത്തും പോകാൻ പറ്റുന്ന ഒരു വിസ വരാൻ പോയാണ്. അവിടെ വന്നിട്ടില്ല, വരാൻ പോയാ. ഇതേപോലെ യൂറോപ്പിലെ കുറെ രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളും ഇല്ല ഷെങ്കൻ വിസയ്ക്കകത്ത്. അപ്പം ഷെങ്കൻ ഏരിയക്കകത്ത് ഉള്ള രാജ്യങ്ങൾക്ക് എല്ലായിടത്തും നമുക്ക് പോകാൻ പറ്റും. ഇതിൽ ഈ ഒരു സംവിധാനത്തിലേക്ക് ബൾഗേറിയയും റൊമേനിയയും കൂടെ വരാൻ പോയാണ്. പൂർണ്ണാർത്ഥത്തിൽ ബൾഗേറിയയും റൊമേനിയ അതിലേക്ക് ആയിട്ടില്ല. പക്ഷേ ഗ്രാജുവലി അവരും ഈ ഷെങ്കൻ വിസ ഫ്രീ ഏരിയയിലേക്ക് വരുന്ന രീതിയിലേക്ക് പോകാൻ വേണ്ടി. ഇത്രയും കാലം ബൾഗേറിയ റൊമേനിയ അതിനകത്ത് ഇല്ലായിരുന്നു. പക്ഷെ അതിനെ എതിർക്കുന്ന രാജ്യങ്ങളും ഉണ്ട്. ഈ രാജ്യങ്ങൾ അതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അസൈലം സീക്കേഴ്സ് യൂറോപ്പിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഈ ഷെങ്കൻ വിസയുടെ സംവിധാനം ഉപയോഗിച്ചെന്ന് പറഞ്ഞ് ഇതിനെ എതിർക്കുന്ന രാജ്യങ്ങളുണ്ട്. ഓസ്ട്രിയയൊക്കെ അതിനെ എതിർത്തേക്കാണ്. ഈ റൊമാനിയയും ബൾഗേറിയയും ഷെങ്കൻ വിസ ഏരിയയിലേക്ക് കയറ്റുന്നതിനെ കുറിച്ച് അതിനെ എതിർത്തേക്കാണ്. പിന്നെ പാകിസ്ഥാൻ PM ബാൻസ് റെഡ് കാർപ്പറ്റ്സ് അറ്റ് ഒഫീഷ്യൽ ഇവന്റ്സ് ടു സേവ് ഫണ്ട്സ്. പാകിസ്ഥാൻ ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അപ്പൊ അതുകൊണ്ട് അവര് പിന്നീട് റെഡ് കാർപ്പറ്റ് ഒക്കെ ഒഫീഷ്യൽ ഇവന്റ്സിൽ ഒഴിവാക്കാൻ തീരുമാനിച്ചു. കാര്യം ഈ ഫണ്ട് സേവ് ചെയ്യാൻ എന്നൊരു ന്യൂസ്. അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ജസ്റ്റ് ആ പാകിസ്ഥാൻ എന്ന രാജ്യത്തിലെ സാമ്പത്തിക അവസ്ഥയുടെ ആ ഒരു തീവ്രത സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ന്യൂസ് എന്ന് പറഞ്ഞേ ഉള്ളൂ. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ഷഹബാസ് ഷെരീഫാണ്. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫാണ്. പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുമാണ്. അല്ലെ, പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആരാണ്? ആസിഫ് അലി സർദാരി. പിന്നെ ഫിലിപ്പൈൻസ് ബൂസ്റ്റ് മാരിടൈം സെക്യൂരിറ്റി ആസ് ചൈന ടെൻഷൻ റൈസസ് എന്നൊരു ന്യൂസ് കാണാം. ഫിലിപ്പൈൻസ് ചൈനയായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ല. ഇപ്പൊ എപ്പോഴും നിങ്ങൾ കേൾക്കുന്നതാണ്. ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റിന്റെ ഫോട്ടോയിൽ കൂടെ കാണാം, ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയറിന്റെ. ഓക്കെ. പിന്നെ രോഹൻ ബൊപ്പണ്ണ ഒരു കിരീടം വിൻ ചെയ്തതിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ഉണ്ട്. രോഹൻ ബൊപ്പണ്ണ ഇന്ത്യയുടെ ഈ ഇടയ്ക്ക് ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ വിൻ ചെയ്ത ഏറ്റവും പ്രായം കൂടിയ താരമായിട്ട് മാറിയത് രോഹൻ ബൊപ്പണ്ണയാണ്. അപ്പം ഇനി അടുത്ത പേജിലേക്ക്, സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ IPL ആണ്. IPL കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിന്റെ അടുത്ത പേജ് പോകുമ്പം അതിന്റെ അടുത്ത പേജിലും ഷൂട്ടിംഗ്, അങ്ങനെ കുറെ സ്പോർട്സ് കാര്യങ്ങളെ കുറിച്ചാണ് ഇതിലെല്ലാം വന്നേക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പങ്കജ് അദ്വാനിയായിട്ടൊരു ഇന്റർവ്യൂ ന്യൂസ് പേപ്പറിലുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഇന്നലത്തെ ഇന്നലത്തെ ന്യൂസ് പേപ്പറിലെ ന്യൂസുകൾ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കാണുക, നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. താങ്ക് യു.